ഓഹോ, അച്ഛന്റെ ആഗ്രഹമാണല്ലേ? അപ്പൊ ഏട്ടന്മാരോ? അവര് സമ്മതിച്ചോ? അവരെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ വയ്യ. വിളിച്ചു കയറ്റിട്ട് വീണ്ടും അപമാനിച്ച് ഇറക്കി വിടാനാണെങ്കിലോ? അതിനും മടിക്കാത്തവർ എന്റെ ഏട്ടന്മാര്. നിന്റെ ഏട്ടന്മാർക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ആ, അത് ഞാൻ കണ്ടതാണല്ലോ. അതിന്റെ വേദന ഇപ്പോഴും എന്റെ ചങ്കിനകത്ത് ഒരു പെടച്ചിലായിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛന്റെ അവസ്ഥ നിനക്കറിയാലോ. നീ നെല്ലിശ്ശേരിയിൽ ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിന്റെ അച്ഛനാ. ആ അച്ഛൻ തന്നെയാ ഇപ്പൊ ഈ ചടങ്ങിലേക്ക് നിന്നെ വിളിക്കാൻ ഞങ്ങളെ പറഞ്ഞയച്ചത്. ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. എനിക്കാരോടും പരിഭവം പിണക്കമൊന്നുമില്ല. എന്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ടായിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഇനി നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ അവിടേക്ക് വരില്ല. ചടങ്ങിന് സ്നേഹ വരും. ഓ, അവന്റെ അഭിനയം കണ്ടില്ലേ? എന്തൊരു പാവം. ചങ്കില് കത്തി കുത്തി ഇറക്കുന്നതിന് മുമ്പുള്ള അഭിനയമാണിതെന്ന് ഇവർക്കറിയില്ലല്ലോ. നടക്കില്ല. ധനുഷിനെയും കൂട്ടി ആ വീടിനകത്തോടെ കയറാൻ പറ്റുന്ന ഒരു സമയത്ത് മാത്രം എനിക്കിനി അവിടെ പോയാ മതി. ഇനി അതല്ല, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ തന്നെ വന്ന് വിളിക്കട്ടെ. അച്ഛൻ നിന്റെ മുമ്പിൽ തോറ്റു തരണമെന്നാണോ? ഇതില് തോൽവിയുടെയും ജയത്തിന്റെയും പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ വന്ന് വിളിച്ചിട്ട് ചടങ്ങിന് ഞങ്ങൾ വന്നൂന്നിരിക്കട്ടെ. ആ സമയത്ത് ഏട്ടന്മാരെല്ലാവരും കൂടി ധനുഷിനെ വീണ്ടും അപമാനിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഒരിക്കൽ കൂടി അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ വന്ന് വിളിച്ച ഞങ്ങൾ വരാം. ഇവളും ഇവനും വരാതിരിക്കുന്നത് തന്നെയാ നല്ലത്. സ്നേഹേ, നിന്റെ ഈ പിടിവാശി ഒട്ടും നല്ലതല്ല. ഇത് പിടിവാശി. അച്ഛൻ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്.